സോ നമ്മൾ വിചാരിക്കും നമ്മുടെ ഓക്സിജൻ നമ്മൾ ബ്രീത്തിങ്ങിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന്. പക്ഷേ some other purposes also are there. First one is the wind makes windmills to rotate. Wind means moving air is called wind, isn't it? ചലിക്കുന്ന വായുവാണ് കാറ്റ് എന്ന് പറയുന്നത്. So when the wind comes, the windmill rotate. What is windmill? Windmill means what? മറ്റേ ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടാക്കാൻ. അല്ല, നമ്മളതിന് മലയാളത്തിൽ പറയുന്ന വാക്ക് തന്നെയാണ് കാറ്റാടി യന്ത്രം അല്ലേ? കാറ്റാടി യന്ത്രം. സോ വിൻഡ് മേക്സ് ദ വിൻഡ് മിൽസ് ടു റൊട്ടേറ്റ്. ഇങ്ങനെ മൂവ് ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സാധനം ശരിക്കും കണ്ടിട്ടുണ്ടോ? നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഈ വിൻഡ് മില്ല് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെക്കാളും കൂടുതൽ ഈ പാലക്കാട് റീജിയനിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പാലക്കാട് റീജിയനിൽ വേറെ ഉണ്ടാകും, പക്ഷെ ഞാൻ പാലക്കാട് പോയപ്പോ കണ്ടിട്ട് ഇങ്ങനെ കുറേ ഒരു ഏരിയയിൽ കുറേ ഇങ്ങനെ വെച്ചേക്കുന്നത്. വസു ഡോണ്ടു ഹെയർ സ്റ്റൈലൊക്കെ സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഇത് എപ്പോഴാ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിയിരുന്നേ? മുടി കെട്ടിയിരുന്നു. നീ സ്വന്തമായിട്ട് അങ്ങനെ ഹെയർ സ്റ്റൈൽ അങ്ങോട്ട് മുടി ചീവി റെഡിയാക്കിയതാണോ? സൂപ്പറാണ്. Okay, the wind makes windmills to rotate. The windmills are used to draw water from the tubewells and run floor mills. So ഇത് എന്തിനാണ് ഈ windmills അല്ലെങ്കിൽ കാറ്റാടി യന്ത്രം ഉപയോഗിക്കുന്നത്? ഇലക്ട്രിസിറ്റിക്ക് പകരം, അതായത് നമ്മുടെ കറണ്ടിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. കറണ്ട് പോലെ തന്നെ to draw water from the tubewellsൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മോട്ടർ അടിക്കുന്ന പോലെ വെള്ളം പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. And to run the floor mills. മില്ലില്ലേ നമ്മൾ ഈ പറഞ്ഞ എന്താ പറയണ്ടേ, പൊടിക്കൊക്കെ ചെയ്യുന്ന ഫ്ലോർ മിൽസ് ഇല്ലേ? ഫ്ലോർ മിൽ എന്ന് പറഞ്ഞാൽ എന്തോന്നാ? അരിയൊക്കെ പൊടിപ്പിക്കുന്ന അങ്ങനത്തെ മില്ല്, അതൊക്കെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി, അവിടുത്തെ എഞ്ചിനൊക്കെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വിൻഡ് മിൽസ് ആർ യൂസ്ഡ്. അതിന്റെ ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് നൗ ബീൻ വൈഡ്ലി യൂസ്ഡ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ഇപ്പൊ അത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട് വിൻഡ് മിൽസ്. അതായത് കാറ്റാടി യന്ത്രത്തിൽ നിന്ന് ഇപ്പൊ കറണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ കറണ്ടിന് പകരം നമ്മളിപ്പോ എയർലിയർ ഞാൻ പറഞ്ഞു നേരത്തെ ചെറുപ്പത്തിലൊക്കെ, മിസ്സിന്റെ ഒക്കെ ചെറുപ്പത്തിൽ കറണ്ട് അധികമില്ലായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഈ പറയുന്ന മില്ലൊക്കെ നമ്മൾ പെട്രോൾ ഡീസലൊക്കെ ഉപയോഗിച്ചായിരുന്നു മില്ലിലെ യന്ത്രങ്ങളൊക്കെ മെഷീനൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സോ മച്ച് ഓഫ് സ്മോക്ക് യൂസ് ടു കം ഔട്ട് ഫ്രം ദീസ് മെഷീൻസ് ആൻഡ് ലൗഡ് നോയ്സ് ഓൾസോ യൂസ് ടു കം ടപ് 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 ലൈക്ക് ദാറ്റ് വേ. അതായത് മില്ല് പ്രവർത്തിക്കുന്ന അങ്ങ് ദൂരെയുള്ള ഇപ്പൊ പാഠശാലയൊക്കെ ഒരു മില്ലുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ സ്കൂളിന്റെ പരിസരത്ത് കേൾക്കാമായിരുന്നു അതിന്റെ സൗണ്ട്. അത്ര സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ദ ടെക്നോളജി ഹാസ് ബീൻ ഡെവലപ്ഡ്. സോ വാട്ട് ഹാപ്പൻഡ് നൗ ദ electricity is using, so the machines working on electricity will not produce any pollutions like that way. ഒരു പൊല്യൂഷൻസ്, സ്മോക്ക്, ഡസ്റ്റ് ഒന്നും അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് ആൻഡ് ഓൾസോ മോസ്റ്റ് ഓഫ് ദീസ് മെഷീൻസ് ആർ വെരി സൈലന്റ്. സൈലന്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സൈലന്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, തീരെ സൗണ്ട് ഇല്ല എന്നല്ല. സൗണ്ട് ഉണ്ടാകും, പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ സൗണ്ട് വളരെ കുറവാണ്. അങ്ങനെ ഫെസിലിറ്റീസ് ഉണ്ട്. നെക്സ്റ്റ് എയറോപ്ലെയിൻസ്, ഹെലികോപ്റ്റേഴ്സ്, ബലൂൺസ്, പാരച്യൂട്ട്സ് ആൻഡ് യാറ്റ്സ് to work because of air. Same aeroplanes. We go to Gulf countries or foreign countries or far places, not only abroad. Even from Kannur to Ernakulam and all, people travel by flights, isn't it? How the flights move? Because air is there. If there was no air, those things could not move from there. Since air is there in the atmosphere only, aeroplanes, helicopters, then balloons. Balloon, we use hydrogen balloons and all, isn't it? We just fill the hydrogen and just leave it out and it will go high, isn't it? ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഉത്സവപ്പറമ്പിലൊക്കെ കുഞ്ഞുങ്ങൾ ഈ ഹൈഡ്രജൻ ബലൂൺ വാങ്ങിച്ചതിന് ശേഷം കയ്യിൽ നിന്ന് അറിയാതെ വിട്ടുപോയെന്നാൽ എന്ത് സംഭവിക്കും? ബലൂണ് പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കും അല്ലെ? എങ്ങോട്ടോ പോകും. എന്തുകൊണ്ട് ഇത് പോകുന്നു? ബിക്കോസ് എയർ ഈസ് ദെയർ. ഇഫ് ദർ വാസ് നോ എയർ ഇറ്റ് വുഡ്ന്റ് ഹാവ് ബീൻ ഗോൺ ഫ്രം ദെയർ. പോകത്തില്ലായിരുന്നു. ആൻഡ് പാരച്യൂട്ട്സ്. വാട്ട് ഈസ് പാരച്യൂട്ട്? ഷാനിഫ്, വാട്ട് ഈസ് പാരച്യൂട്ട്? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? ഉണ്ട്. എന്താ ഈ പാരച്യൂട്ട്? അതുകൊണ്ട് ഷാനിഫ് ഒന്ന് ഉത്തരം പറഞ്ഞോട്ടെ. പാപം, അവന് പറയാനൊരു അവസരം കൊടുത്തേ. പാരച്യൂട്ട് എന്താ മുത്തേ? നീയാണോടാ ഷാനിഫ്?
ഷാനിഫ് പറ. ഷാനിഫ് ഇവിടെ ഉത്തരം പറയാൻ വേണ്ടി മുട്ടി നിൽക്കുക. പറ മോനെ. ആ, പറക്കുന്ന സാധനം. കറക്റ്റ്. ഓക്കെ. അത് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നേ? നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതായത് ചാടേണ്ടതായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, ഫ്ലൈറ്റിനൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പാരച്യൂട്ടൊക്കെ എടുത്ത് ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ആ, പറയാം. ശ്രീവിഷ്ണു ഇസ് റെഡി. ആ, ഷാനിഫ് പറഞ്ഞത് കറക്റ്റ് കേട്ടോ. സ്കൈ ഡൈവിനൊക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ ഈ പാരച്യൂട്ട് നമ്മൾ ഇപ്പൊ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലൊക്കെ പോകുമ്പോൾ ചില സമയത്ത് നമുക്ക് അത് എമർജൻസി ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. അല്ലാതെ ഈ പറയുന്ന ഡൈവിങ്ങിന് വേണ്ടിയിട്ട്, സ്കൈ ഡൈവിങ്ങിന് വേണ്ടിയിട്ടൊക്കെ പാരച്യൂട്ട് ഉപയോഗിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഈ ക്ലാസ്സിൽ ആരെങ്കിലും പാരച്യൂട്ട് കയറിയിട്ടുണ്ടോ? പാരച്യൂട്ടിൽ കയറിയിട്ടുണ്ടോ? നോബഡി. എന്നാ നമുക്ക് കേറാം. എല്ലാരും റെഡി ആയിട്ടിരുന്നോ? കേട്ടില്ല പാരച്യൂട്ടിൽ. ഞങ്ങള് 6ാം ക്ലാസ്സിലെ പിള്ളേരെ പാരച്യൂട്ടിലേക്ക് കയറാൻ പോകുന്നത്. നിങ്ങൾ കേട്ടില്ല? നിങ്ങള് നോക്കി നിന്നാ മതി. കേട്ടില്ല കേട്ടാ. ആ, അവളെ കൊണ്ടുപോയതല്ലേ, പാരച്യൂട്ടൊക്കെ കേട്ടിട്ടില്ല. ആ, ഇവളെ സ്പേസിൽ കൊണ്ടുപോയതല്ലേ. ആടെ ഇതാണ് പാരച്യൂട്ട് ഡൈവിങ്. റെഡിയല്ലേ എല്ലാരും? പാരച്യൂട്ടൊക്കെ റെഡിയല്ലേ? കൈവിട്ടേക്കല്ലോ കേട്ടോ. കാര്യം ഞാൻ ഇപ്പഴാ പറഞ്ഞേക്കാം, മുറുക്കെ പിടിച്ചോണം. ആരെങ്കിലും എന്തേലും പറയുന്നത് കേട്ടിട്ട് കൈവിട്ടാ പിന്നെ പണ്ടത്തെ കഥയിലെ പോലെ ആയി പോകും. കേട്ടല്ലോ? ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇവിടെ ഒരു 5th സ്റ്റാൻഡേർഡ് ആൻഡ് ഒരു 4th സ്റ്റാൻഡേർഡ്, 3rd സ്റ്റാൻഡേർഡ്, ഒരു 5th ആൻഡ് 3rd ഇവിടെ ഉണ്ട്. അവരെ കൂടെ കൂട്ടണോ? കേട്ടണോ? വേണ്ടല്ലേ? 6ാം ക്ലാസ് മാത്രം മതി. It's a training for the military people how to do this. പാരാച്യൂട്ട് ഡൈവിങ് എങ്ങനെ ചെയ്യാവുന്നതൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നതാണ് കേട്ടോ. എല്ലാരും കയറിയില്ല? ഇനി കയറാത്തവർ കയറണ്ട കേട്ടോ, അത്ര സ്പേസ് ഉള്ളൂ. ഷാനിഫ് കണ്ടില്ലല്ലേ?
യെസ്. എല്ലാരും തിരിച്ചു വന്നാ? അതെ, മുങ്ങി അവിടെ എവിടെയെല്ലാം? ഞാനൊരു തെങ്ങയൊക്കെ അടിഞ്ഞു മിസ്സേ. നീ എന്തായാലും തെങ്ങൊക്കെ അണിഞ്ഞു അല്ലേ? മിസ്സേ ഞാൻ തോട്ടിപ്പോയി. തോട്ടിപ്പോയി. ആരൊക്കെ തിരിച്ചു വന്നു കറക്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്തു? അത് കേക്കട്ടെ. ആരും ഇല്ലെന്നല്ലേ? ആതിര മാത്രം കറക്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി വസു, വാട്ട് അബൌട്ട് യു? നീ തെങ്ങൊക്കെ അറിയോ? ഞാൻ വീട്ടിൽ തന്നെ. എല്ലാരും എത്തി അല്ലേ? അവിടെ കുറച്ചുപേര് തെങ്ങി കയറി, പിന്നെ ആരുടെ തോടി കൂടെ ഒഴുകിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ഷാനിഫ എത്തുമ്പിലെത്തിയാ? അല്ല ഹാജിമുക്കിലെത്തിയാ? വെരി ഗുഡ്. ഓക്കെ, ഗുഡ് ഗുഡ്. അപ്പൊ ഇങ്ങനെയാണ് പാരച്യൂട്ട്. അപ്പൊ എങ്ങനെയാണ് എന്തുകൊണ്ട് പാരച്യൂട്ട് പോസിബിൾ ആകുന്നത്? പാരച്യൂട്ട് ഡൈവിംഗ് ഒക്കെ ബിക്കോസ് എയർ ഈസ് ദർ. ഞാൻ ജസ്റ്റ് ഇത് നമ്മുടെ പോയിന്റ് അതൊന്നുമല്ല, ജസ്റ്റ് നിങ്ങളൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. Okay, aeroplanes, helicopters, balloons, parachutes, and yachts. Yachts also is like that. Parachute പോലെ സംഭവം തന്നെയാണ് yachts. And also works because air is there. If there is no air, it would have been not possible. ഇതൊന്നും നടക്കത്തില്ലായിരുന്നു. ഇങ്ങനെ എയർപ്ലെയിനോ ഒന്നും ഫ്ലൈറ്റ് പറപ്പിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. And then next point, birds, insects, and bats are able to fly because of the presence of air. If there was no air, no insects, no birds, no bats, and all would have been flew. എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും പറക്കാൻ പറ്റില്ല. പക്ഷികൾക്ക് പറക്കാൻ പറ്റത്തില്ല, ഇൻസെക്റ്റുകളൊന്നും പറക്കില്ല. എന്ന് വെച്ചാൽ ഫ്ലൈങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടാവത്തില്ല. കാരണം ഫ്ലൈങ് ഈസ് ഡൺ ഇൻ ദ അറ്റ്മോസ്ഫിയർ, isn't it, in the air. So if there was no air, it would have been not possible. Next, air helps in the dispersal of seeds. What is meaning that? What is the meaning of that dispersal of seeds? You have studied in earlier class. സീഡ് മുളയ്ക്കാൻ സഹായിക്കുന്നതാണോ? അത് ജെർമിനേഷൻ ഓഫ് സീഡ്സ്. പൊട്ടിത്തെറിക്കുന്നത്, അതായത് വിത്ത് വിതരണം. ഒരു നമുക്കറിയാം, ഒരു പ്ലാന്റിന്റെ സീഡ്സ് അതിന്റെ ചുവട്ടിൽ തന്നെ വീണ് മുളച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ പിന്നെയും കുറെ മുളയ്ക്കും, അടുത്ത അതിന്റെ നെക്സ്റ്റ് ഇയർ പിന്നെയും കുറെ മുളയ്ക്കും. അങ്ങനെ സോ മെനി പ്ലാന്റ്സ് will reproduce just below that mother plant itself. So the young ones will not get sufficient space there to grow. Their roots cannot go into the soil and all. It's not so possible and all. So what happens? There are different methods of dispersal of seeds to different places. അതായത് സീഡ്സിനെ മറ്റു പല ഭാഗങ്ങളിലേക്ക് മദർ പ്ലാന്റിന്റെ അവിടെ നിന്ന് കുറെ ദൂരത്തോട്ട് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് വന്നു. അപ്പം we have studied dispersal of seed is possible through air. That is means wind. Wind is an agent of dispersal of seeds. നമ്മൾ പഠിച്ചതാണ് അല്ലെ, നേരത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചാണ്. ഡിസ്പേഴ്സൽ ഓഫ് സീഡ് ഈസ് done by an agent called wind. കാറ്റിലൂടെ, കാറ്റ് വരുമ്പോൾ ചെറിയ കനം കുറഞ്ഞ വിത്തുകൾ കാറ്റത്ത് പറന്നു പോകുന്നു. ഇപ്പൊ നമ്മൾ അറിയാം, നിങ്ങളൊക്കെ അപ്പൂപ്പന്താടി കണ്ടിട്ടുള്ളല്ലേ? നമ്മൾ പറത്തു വിടാറില്ലേ അല്ലെ? ഓക്കെ, അതൊക്കെ ഈ കാറ്റത്ത് ഇങ്ങനെ പറന്നു പോകുന്നു. ഈ അപ്പൂപ്പന്താടി നമ്മുടെ വീടിന്റെ മുറ്റത്തൊരു അപ്പൂപ്പന്താടിയുടെ മരം മുളച്ചു വന്നാൽ അതിന്റെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത് ചിലപ്പം കുറെ ദൂരെയായിരിക്കും. അവിടുന്ന് കാറ്റത്ത് ഇങ്ങനെ പറന്നു വന്നായിരിക്കും. സോ ഡിസ്പേഴ്സൽ ഓഫ് seeds is possible since air is there. Then air helps in pollination of several flowers. What do you mean by pollination? Pollination എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പോളിനേഷൻ ഓഫ് സീഡ്സ് എന്ന് പറഞ്ഞാൽ? ആർക്കറിയാവുന്നേ? എല്ലാത്തിനും ആൻസർ ചെയ്യുന്ന ഒരു ജസ്റ്റിസ് ഉണ്ടായിരുന്നല്ലോ, ഇവിടെ പോയി? അതിന്റെ പൊടി. യെസ്, അതിന്റെ പൊടി വിത്ത് അതിന്റെ പൗഡർ, പോളൻ പൗഡർ വേറൊരു ഫ്ലവറിലേക്ക് വീണിട്ട് എന്ത് ഉണ്ടാകുന്നു? പുതിയ സീഡ്സുകൾ അല്ലെങ്കിൽ പുതിയ ഫ്രൂട്ട് ഒക്കെ ഉണ്ടാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ? ഓക്കെ, സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എയർ വിൽ ഓർ വിൻഡ് വിൽ ഹെൽപ്പ് ഇൻ പോളിനേഷൻ. കാറ്റ് വരുമ്പോൾ ഒരു ഫ്ലവറിനോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു ഫ്ലവറിൽ നിന്നുള്ള പൊടി വേറൊരു ഫ്ലവറിലേക്ക് വീണ് കഴിയുമ്പോൾ പോളിനേഷൻ നടക്കാൻ പോസിബിലിറ്റി ഉണ്ട്. So air helps in pollination of several flowers, and air plays an important role in the water cycle.
വാട്ടർ സൈക്കിൾ. വാട്ട് ഈസ് വാട്ടർ സൈക്കിൾ? നമ്മൾ ജസ്റ്റ് ഈ ക്ലാസ്സിൽ തന്നെയായിരുന്നോ പഠിച്ചത്? വാട്ടർ സൈക്കിൾ ഇൻ ദിസ് ക്ലാസ്സിൽ തന്നെയല്ലേ പഠിച്ചത്? വാട്ടർ സൈക്കിൾ എന്താണെന്ന് പഠിച്ചല്ലേ? അല്ല സോറി, അത് ഓക്സിജൻ സൈക്കിൾ ആണ് പഠിച്ചല്ലേ? നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നല്ലോ, വാട്ടറിന്റെ ലെസണിൽ പഠിച്ചായിരുന്നല്ലോ വാട്ടർ സൈക്കിള്. എന്താണ് ഈ വാട്ടർ സൈക്കിള്? ഇത് തന്നെ സംഭവം. അതെന്താന്നൊന്ന് പറഞ്ഞേ. അത് വെള്ളത്തിൽ നീരാവിയായിട്ട് മുകളിലോട്ട് പോയിട്ട് മുകളിൽ നിന്ന് തണുത്ത് താഴോട്ട് വീഴുന്ന വെള്ളം. താഴോട്ട് വീഴുന്നു, എന്നിട്ടോ എന്നിട്ട് പിന്നെ മുകളിലോട്ട് പോകും. പിന്നെ അത് വേഗം പിന്നെ കടലിലേക്ക് എത്തുന്നു, അവിടുന്ന് വീണ്ടും നീരാവിയായിട്ട് പോകുന്നു, പിന്നെ താഴോട്ട് വരുന്നു, പിന്നെ കടലിലെത്തുന്നു, പിന്നെ നീരാവിയാകുന്നു. ഇത് തന്നെ അല്ലെ? ദാറ്റ് ഈസ് വാട്ടർ സൈക്കിൾ. ഓക്കെ. സോ സിൻസ് എയർ ഈസ് ദെയർ, വാട്ടർ സൈക്കിൾ ഈസ് പോസിബിൾ. അതായത് ഇപ്പൊ അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ വെള്ളം നീരാവിയായിട്ട് പോകുവോ? മുകളിലോട്ട് പോകുവോ? ഇല്ല. ഓക്കെ. സോ the uses of air is first one is to breathe. നമ്മുടെ റെസ്പിറേഷന് സഹായിക്കുന്നു. Then windmills are run by air. Air means ഇവിടെ വിൻഡിനെയാണ് ഉദ്ദേശിച്ചത്, കാറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. കാറ്റ് എന്ന് പറയുന്നത് തന്നെ മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. ചലിക്കുന്ന വായുവാണ് കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചലിക്കുന്ന വായു കാരണം നമ്മുടെ കാറ്റാടി യന്ത്രം പ്രവർത്തിക്കുന്നു. സോ ഈ കാറ്റാടി യന്ത്രത്തിലൂടെ നമുക്ക് കുറെ ആവശ്യങ്ങൾ നടക്കും. ഇലക്ട്രിസിറ്റി ചെയ്യുന്ന പോലെ എല്ലാം ചെയ്യും. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. Then to draw water from the tubewells and to run floor mills and all. ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്, അതായത് മെഷീനുകൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു എനർജി ഉണ്ടാക്കുന്നു. കറണ്ട് പോലെ തന്നെ ഒരു എനർജി ആയിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് എയറോപ്ലെയിൻസ്, ഹെലികോപ്റ്റേഴ്സ്, ബലൂൺസ്, പാരച്യൂട്ട്സ് and yachts work because of air. Birds, insects and bats are able to fly because of the presence of air. Air helps in the dispersal of seeds and air helps in pollination of several flowers. Air plays an important role in the water cycle. So what are the uses of air? Sri Vishnu, can you read out the answers, sir? Fastly. Sri Vishnu, ഇവിടെ ഉണ്ടോ? പോയെന്ന് തോന്നുന്നു. ശ്രീ വിഷ്ണു വായിക്കണ്ടേ? അതായത് യൂസസ് ഓഫ് എയർ, എയറിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, ആതിര റീഡ് പ്ലീസ്. ശ്രീ വിഷ്ണു ഇസ് സ്റ്റക്ക് ആയിട്ടുണ്ട്. The winds makes windmills rotate. അതിന് മുന്നേ ആദ്യത്തെ ആവശ്യം എന്താണ്? ഓക്സിജനും കൊണ്ട് എയർ കൊണ്ടുള്ള ആദ്യത്തെ നീഡ് എന്താണ്, അല്ലെങ്കിൽ യൂസ് എന്താണ്? ഫോർ റെസ്പിറേഷൻ. നമുക്കൊക്കെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിട്ട് ആവശ്യമാണ് അല്ലെ? റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വസനം അല്ലെ? ഓക്കെ, അത് മെയിൻ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺസ് ബ്രീത്തിങ് കഴിഞ്ഞിട്ടുള്ള വായിച്ചോ. The wind makes windmills rotate. The windmills are used to draw water. That is enough. Okay, അടുത്ത വായിച്ചോ മോളെ. Aeroplanes, helicopter, balloons, parachutes and yachts work because of air. Birds, insects and bats are able to fly because of the presence of air. Air helps in the dispersal of seeds. Air helps in pollination of several flowers. Air plays an important role in the water cycle. Okay, good. Next, role of the atmosphere. The atmosphere causes weather changes. When the sun shines brightly, it heats the earth. The air also gets heated. Hot air rises and cold air rushes to take its place. This is how the wind blows. നമ്മളൊക്കെ കാറ്റ് വീശുന്നത് എങ്ങനെയാണ്? ആതിര, ഞാനിപ്പോ ഒരു കാറ്റായിട്ട് അങ്ങോട്ട് വരും. Okay. When due to the heat of the sun, the air gets heated fastly. സണ്ണിന്റെ ചൂട് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? എയർ പെട്ടെന്ന് ചൂടാകുന്നു.
air ചൂടായി കഴിയുമ്പോൾ we know that a thing which when it is heated it will expand. What is the meaning of expand? Expand means it will become bigger ones. It will become big one. Then what happens, you know, as it become big one, it will go higher. അതിന്റെ കനം കുറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം കനമില്ലാത്ത വസ്തുക്കൾ കനം കുറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് മൂവ് ചെയ്യും. So when it moves, when it is heated, what happens? It will move from that place. Then to that place, the cold air will come. You might have studied that sea breeze and land breeze. Have you heard those words about sea breeze and land breeze? We know that the water slowly, the water ocean and all gets slowly only heated. രാവിലെ ഇപ്പം ഞാൻ പറയാം, രാവിലെ നമുക്കറിയാം ഒരു തണുപ്പാണ്. ആ തണുപ്പ് കഴിഞ്ഞ് നമുക്ക് സൂര്യനൊക്കെ ഉദിച്ചു വരുന്നതനുസരിച്ച് നമ്മുടെ ലാൻഡ് പെട്ടെന്ന് ചൂടാകും. പക്ഷെ സീസ് ആൻഡ് ഓഷ്യൻസ് അല്ലെങ്കിൽ വാട്ടർ ഉള്ള ഭാഗം പതുക്കിയ വെള്ളം ചൂടാകുള്ളൂ. ആ അവിടുത്തെ ഏരിയ, ആ വെള്ളം ചൂടാകുമ്പോഴാണ് അവിടുത്തെ എയറും ചൂടാകുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ കരയിലെ വായു പെട്ടെന്ന് ചൂടാകുന്നത് കൊണ്ട് തന്നെ അത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ലൈറ്റ് ആകുന്നു, അതായത് വെയിറ്റ് കുറയുന്നു. സോ അത് അവിടുന്ന് മൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കടലിലുള്ള കോൾഡ് എയർ ഓൾറെഡി ചൂടാകാൻ തുടങ്ങുന്നതേ ഉള്ളൂ, അതുകൊണ്ട് അത് കോൾഡ് ആണ്. കോൾഡ് എയർ ഹെവി ആയിരിക്കും, അത് ഇങ്ങോട്ട് വരും. ഇവിടുത്തെ തണുത്ത എയർ മൂവ് ചെയ്തു, അപ്പോൾ കടലിലുള്ള തണുത്ത എയർ ഇങ്ങോട്ട് ലാൻഡിലേക്ക് വരുന്നു. മനസ്സിലായോ? ഇനി ഈവനിങ് പതിയെ പിന്നെ ആഫ്റ്റർനൂൺ ഒക്കെ ആകുമ്പോഴത്തേനും വെള്ളം ചൂടാകാൻ തുടങ്ങും, അവിടുത്തെ എയറും ചൂടാകും. അങ്ങനെ അതിനുശേഷം ഈവനിങ് ആകുമ്പോൾ ലാൻഡ് പെട്ടെന്ന് തന്നെ കൂളാകും. ലാൻഡ് പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ബട്ട് വാട്ടർ എപ്പോഴും എങ്ങനെയാണ്? സ്ലോലി it will get heated and slowly only it will be cool down also. പതിയെ ചൂടാവുകയുള്ളൂ, പതിയെ തണുക്കുകയുള്ളൂ കടല്, അതായത് വെള്ളം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കടലിലെ വെള്ളത്തിന് എന്ത് സംഭവിക്കുന്നു? അത് അങ്ങനെ തന്നെ ചൂട് നിലനിൽക്കും, പക്ഷെ ലാൻഡ് തണുത്തു. ലാൻഡ് തണുത്ത് കഴിയുമ്പോൾ ഇവിടെ കടലിൽ ഉള്ളത് എന്താണ്? ചൂടായിട്ടുള്ള എയർ ആണ്. ആ ചൂടുള്ള എയർ വെയിറ്റ് കുറയും, അത് മൂവ് ചെയ്യുമ്പോൾ ലാൻഡിലെ തണുത്ത എയർ ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് നമുക്ക് സാധാരണ കാറ്റുണ്ടാകുന്നത്. It heats the earth. The air also gets heated. Hot air rises and cold air rushes to take its place. This is how the wind blows. Blowing of storms and cyclones is also due to the movement of air. Cyclone കേട്ടിട്ടുണ്ടോ? Have you heard the word cyclone? കൊടുങ്കാറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, അതും ഇതുകൊണ്ട് ഈ മൂവിങ് ഓഫ് എയറിലൂടെയാണ്, അതായത് എയർ മൂവ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത്. The water vapor in the air is responsible for rainfall and snowfall. Thus, the atmosphere is responsible for weather changes. So, atmosphere ആണ് ഇതിനെല്ലാം കാരണം, മഴ പെയ്യാനും ചൂടാകുന്നതിനും എല്ലാം. മനസ്സിലായോ? Okay. Shall we wind up the class? ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര സൗണ്ട് ആയിരിക്കും. Okay. Okay. Bye then. We'll see you on next Thursday.